ഇന്നലെ ഇവിടെ ഇലക്ഷൻ ആയിരുന്നില്ലേ? ക്ലാസ് റെപ്രസെന്റേറ്റീവ് ഒക്കെ തെരഞ്ഞെടുത്തില്ലേ? ആരാണ് നമ്മുടെ ക്ലാസ് റെപ്രസെന്റേറ്റീവ്? കൺഗ്രാറ്റുലേഷൻ. അപ്പോ ഇന്ന് നമ്മുടെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനെ മുന്നേ നമുക്കൊരു പിക്ചർ കാണാം. ആ പിക്ചറിലൂടെ നമുക്ക് ടോപ്പിക്കിലേക്ക് ഈ പിക്ചറിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഞാനിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയോ ടു വ്യക്തികൾ തമ്മിൽ എന്തൊക്കെയോ കൈമാറുന്നുണ്ട്. അപ്പോ നമ്മള് ഇപ്പോ ചിന്നുവിന് ഒരു ഇൻഫോർമേഷൻ ദേവിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഈ ഫീൽഡ് എല്ലാ ഫീൽഡിലും കമ്മ്യൂണിക്കേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഉള്ളത്. അതായത് എനിക്കൊരു കാര്യം ഒരാളോട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, ഒരു കാര്യം ഒരാളിലേക്ക് എത്തിക്കണമെങ്കിൽ ഞാൻ അവിടെ എന്താ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി അതിൻ്റെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് പറയുന്നത്. ഇപ്പോൾ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ചിന്നു എന്നൊരു വ്യക്തി ഒരു സെന്ററായിട്ട്, അതായത് എന്താണോ ഇൻഫോർമേഷൻ ഗാദർ ചെയ്യുന്നത്, ഇപ്പോൾ ചിന്നുവിൻ്റെ ഐഡിയാസ് ആയിക്കോട്ടെ, കോൺസെപ്റ്റ് ആയിക്കോട്ടെ, പിന്നെ എല്ലാ സംഭവവും നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ചിന്നു മുനവരയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ഫീലിങ്സ് ആയാലും കോൺസെപ്റ്റ് ആയാലും ചിന്നു മുനവരയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതെന്താ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ ചിന്നുവിൽ നിന്ന് എങ്ങനെയാണോ ആ ഇൻഫോർമേഷൻ മുനവരിലേക്ക് വരുന്ന ആ ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെന്റർ ആരാ? ചിന്നു. സെന്ററിൽ നിന്ന് ആ ചിലപ്പോൾ ചിന്നുവിന്റെ ഫീലിങ്സ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. അതായത് എന്തെങ്കിലും ഇമോഷൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അത് മുനവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താണോ മെസ്സേജ് അതിനെ എന്ത് ചെയ്യുന്നു? ആദ്യം എൻകോഡ് ചെയ്യുന്നു. സാധാരണ നമ്മുടെ ഫീലിങ്സിനെ മെസ്സേജായി എൻകോഡ് ചെയ്യുന്നു. പിന്നെ അതെങ്ങോട്ടേ പോവാം? നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ മെസ്സേജിലേക്ക് പോകുന്നു. മെസ്സേജിൽ നിന്ന് എങ്ങോട്ടാ? ഡീകോഡ് ചെയ്യുന്നു. എന്താണോ ട്രാൻസ്ഫർ ചെയ്തത് അതിനെ ഏത് രീതിയിലേക്കാക്കുന്നു? മെസ്സേജ് രൂപത്തിലേക്കാക്കുന്നു. പിന്നെ അതെങ്ങോട്ട് എത്തുക? റിസീവറിലേക്ക് എത്തുന്നു. അതായത് എന്താണോ ചിന്നു പറഞ്ഞത് അത് അതേ രീതിയിൽ മുനവറിലേക്ക് എത്തുന്നു. മുനവർ എന്താണോ ആ ചിന്നു പറഞ്ഞ ആ മെസ്സേജിന് എന്താണോ ഫീഡ്ബാക്ക് അത് ചിന്നുവിലേക്ക് എത്തുകയും ചെയ്തു. ഇതാണ് കമ്മ്യൂണിക്കേഷൻ. ഇവർ രണ്ടും സംസാരിക്കുന്നത് പ്രോപ്പർ ആയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. മനസ്സിലായോ അശ്വിൻ? കമ്മ്യൂണിക്കേഷൻ ഒരു ഐഡിയ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൺവേ ചെയ്യുന്ന രീതി. ഓക്കെ, ഇനി അടുത്തത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയായിരിക്കും? വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതിന്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? അപ്പോൾ ദേവികയുടെ ഒരു കാര്യം അക്ഷിതയോട് പറയുന്നു. അപ്പൊ അവിടെ എന്താ? വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്, വാക്കാലെ പറയുന്നതാണ്. അപ്പൊ ഫസ്റ്റത്തെ കമ്മ്യൂണിക്കേഷൻ ഏതാണ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് ഏതാണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആംഗ്യ രൂപത്തിൽ ഇപ്പൊ ദേവികയുടെ ഒരു ഇൻഫോർമേഷൻ അനുഷാദിനെ പ്രൊവൈഡ് ചെയ്യുന്നു. അത് ആംഗ്യ രൂപത്തിലോ അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ മൂവ്മെന്റിലൂടെയൊക്കെ കാണിക്കുകയാണെങ്കിൽ അതെന്താണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ടോപ്പിക് ഏതായിരുന്നു? കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്താ? ഫീലിങ്സ്, തോട്ട് ഒക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ എന്താണ് പറഞ്ഞത്? പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അക്ഷിത, what is the process of communication? Process of communication. Okay. ഇനി നമ്മൾ മൂന്നാമത്തെ എന്താണ്? ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. അക്ഷിത പറയാം ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്ത് മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ, നമുക്ക് അടുത്ത ദിവസം കമ്മ്യൂണിക്കേഷൻ വേറെ ഫീൽഡ്സൊക്കെ വർക്ക് ചെയ്യാം.